ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ തകർത്ത് പെയ്യായിരുന്നു കേട്ടോ ഇന്നലെ. ഇന്നൊക്കെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കുറവുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് ചാറ്റൽ മഴ പോലെ പെയ്തിട്ടുള്ളൂ. വേറെ ശക്തിയായിട്ടുള്ള മഴയൊക്കെ കുറച്ച് നിന്നിട്ടുണ്ട്. ഇന്ന് അവധി കൊടുത്തത് വെറുതെ എന്ന് തോന്നുന്നത് കാരണം എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവില്ല അവധി കൊടുത്തതിന്. അപ്പോൾ നമ്മുടെ ഈ ഇടവഴിയോട് ചേർന്ന് നിറയെ പുല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നടുമ്പോൾ ഞാൻ ആ പുല്ല് ഗ്രോ ബാഗിൽ നിറയ്ക്കും. അപ്പോൾ അതൊരു കമ്പോസ്റ്റ് പോലെ ആവില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നടാൻ പോണത് ഓണത്തിന് കുറച്ച് പൂക്കൾ കിട്ടുമോ എന്നറിയാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അറിയില്ല പൂക്കളൊക്കെ ആ സമയമാകുമ്പോഴേക്കും കിട്ടുമോയെന്നൊന്നും അറിയില്ല. ഈ ചെണ്ടുമല്ലിയില്ലേ, നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് പറയാം ചെട്ടുമല്ലി എന്നാണ്. അപ്പോൾ ആ ചെണ്ടുമല്ലിയുടെ കട്ടിങ്സ് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നട്ടു കൊടുക്കാനാണ് കേട്ടോ ഈ ഒരു പുല്ല് പറയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രോ ബാഗിൽ ഇങ്ങനെ പുല്ല് പറിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ക്ലീനാവും ചെയ്യും. നമ്മൾ നട്ടു കൊടുക്കണതിന് അതൊരു കമ്പോസ്റ്റായിട്ട് മാറും ചെയ്യുമല്ലോ. അപ്പോൾ ഈ നമ്മുടെ റോഡിന് ഇരുവശത്തുള്ള പുല്ല് ഞാൻ അങ്ങനെ ഗ്രോ ബാഗിലാക്കിയിട്ട് ഓരോന്ന് നട്ടു കൊടുക്കുക ചെയ്തിട്ട് മേലെ കുറച്ച് മണലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേറൊരു വളം ഇടണില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കട്ടിങ്സൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ അപ്പോൾ ഈ മണ്ണും മണലൊക്കെ അതിൻ്റെ മേലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ആ കട്ടിങ്സ് ഒന്ന് നട്ടു കൊടുത്ത് അതിനൊന്ന് ഉറപ്പിച്ചെടുക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള പൂവുകൊണ്ട് പൂക്കളിടണേൽ ഇഷ്ടം. എനിക്കിങ്ങനെ പണ്ടത്തെ പോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പാടത്തേക്കൊക്കെ പോയി ചാമയൊക്കെ പറിച്ചിട്ട് വരിക. അത് കുറേ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് പോവുക. വീടിൻ്റെ ബാക്കിൽ പാടമാണ്. അപ്പോൾ അവിടെ പോയി തുമ്പപ്പൂവ് അങ്ങനെ ഓരോ പൂക്കൾ കളക്ട് ചെയ്ത് കൊണ്ടിട്ട് ഒരു കാലത്ത് നമ്മളങ്ങനെ ഇപ്പോഴും ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മക്കളൊന്നും അതൊന്നും ഇവിടുത്തെ എൻ്റെ കുട്ടികൾക്കൊന്നും അതൊന്നും ഒരു പരിചയമില്ല കേട്ടോ. അത് വാങ്ങിച്ച് കൊണ്ട് റെഡിമെയ്ഡായിട്ട് പൂക്കളിട്ടിട്ട് ഒരു ശീലമുള്ളൂ. പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവണ പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടൊരു പൂക്കളിടില്ലേ, അങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓണാകുമ്പോഴേക്കും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും കട്ടിങ്സൊക്കെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ തൃശ്ശൂരൊക്കെ പോയി ഇതിൻ്റെ തൈയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ കാര്യങ്ങൾ കാരണം ഇങ്ങനെ ഓരോ സമയം തികയണില്ല നമുക്ക്. അത് കാരണം പിന്നെ അടുത്ത വീട്ടിൽ പോയി കട്ടിങ്സൊക്കെ വാങ്ങിച്ചു കൊണ്ട് ഇനി തൃശ്ശൂർ പോവുകയാണെങ്കിൽ തൈക്കളൊക്കെ വാങ്ങിച്ചിട്ട് വരണം നട്ടു കൊടുക്കാൻ. ഇങ്ങനെ പൂക്കൾ പറിച്ചെടുത്ത് പൂക്കളിടാന്ന് പറഞ്ഞാൽ അതൊരു ആവേശം തന്നെയായിരുന്നു ചെറിയ കാലഘട്ടത്തിൽ. ചെറുപ്പമായിരുന്നപ്പോൾ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മകളൊക്കെ നല്ല രസമല്ലേ ഓർത്തിരിക്കാനൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് സ്പെഷ്യലെന്നൊന്നും പറയാനില്ല, ക്യാബേജും ക്യാരറ്റും തോരനാക്കിയിട്ടുണ്ട്. പിന്നെ പൂമീനില്ലേ, നമ്മുടെ ഈ കിളിമീൻ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഇവിടെ പൂമീൻ കിളിമീൻ എന്നൊക്കെ പറയും ഈ മീന്. അപ്പോൾ അത് രണ്ടെണ്ണം വലിയ മീനുകളായിരുന്നു. രാവിലെ തന്നെ അതായിരുന്നു യുദ്ധം. എനിക്ക് ഏറ്റവും നന്നാക്കാൻ ഈ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു മീനാണ് ഈ പൂമീൻ. അതിൻ്റെ ഈ ചെതമ്പൽ കളയാന്ന് പറഞ്ഞാൽ എനിക്ക് അതിഷ്ടമല്ല. എനിക്കങ്ങനെ അടുക്കള പണികളിൽ ചില പണികൾ വലിയ താല്പര്യമില്ലാത്ത പണികളുണ്ട്. അതുപോലെ തന്നെ ഈ പൗഡറുകളൊക്കെ കഴിയുമ്പോൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ കഴിയുമ്പോൾ അതൊന്ന് നിറച്ച് വയ്ക്കണ പണി, അങ്ങനത്തെ പണികളൊക്കെ വലിയ മടിയാണ്. പക്ഷേ നമ്മളതൊക്കെ ചെയ്യണമല്ലോ, വേറെ ആരും ഇല്ലല്ലോ അതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ചോറായിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കയ്യിൽ കൊട്ട വെച്ചിട്ട് ഊറ്റിയെടുക്കുക ചെയ്യും. ഇവിടെ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കുക. അപ്പോൾ ചോറ് വേവായപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വിറകടുപ്പിലാണ് ഇവിടെ ചോറ് വെക്കണത് ഇഷ്ടം. എനിക്കും അത് തന്നെ ഇഷ്ടം കേട്ടോ, വിറകടുപ്പിൽ വെക്കണത് തന്നെ ഇഷ്ടം. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ തീരെ നിവർത്തികേടൊക്കെ ആകുമ്പോൾ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കണേ. പിന്നെ ഇവിടെ പറമ്പിൽ വിറകും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് വിറകിന് അങ്ങനെ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇന്ന് നാളത്തേക്കുള്ള വിറക് ഇങ്ങനെ അടുപ്പിൻ്റെ ആ വശങ്ങളിലായിട്ട് അരികു വശങ്ങളിലായിട്ട് ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ ഇന്ന് അടുപ്പ് കത്തിക്കുമ്പോൾ ആ ചൂടടിച്ചിട്ട് ആ വിറകൊക്കെ ഇപ്പോൾ ഈ തണുപ്പ് കാലം ഈ റെയിനി സീസണൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ വിറകൊക്കെ തണുത്തിരിക്കും.
വയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ അരികു വശങ്ങളായിട്ട് കൊണ്ടുവയ്ക്കുമ്പോഴേ അപ്പോൾ അതിങ്ങനെ ചൂടായി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ നാളെ നമ്മൾ കത്തിക്കാൻ എടുക്കുമ്പോൾ സിമ്പിളായിട്ട് കത്തിക്കും ചെയ്യാം. പിന്നെ നല്ല ഉണങ്ങിയ വിറകൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം.